അങ്ങനെ ഒടുവിൽ രാജസ്ഥാൻ റോയൽസ് ഒരു മത്സരം ചേസ് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു IPL-ൽ ഉടനീളം ഒരുപാട് മത്സരങ്ങൾ അനായാസമായിട്ട് ചേസ് ചെയ്യേണ്ട മത്സരങ്ങളൊക്കെ പരാജയപ്പെടുന്ന ടീമിന് രാജസ്ഥാനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് നടന്ന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ഈ ഒരു സീസണിലെ തന്നെ അവസാന മത്സരമാണ്. ഈ അവസാന മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ ചേസ് ചെയ്ത് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ടോസ് ലഭിച്ച സഞ്ജു സാംസൺ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ പല കമന്റേറ്റർമാരും ഒരുപാട് മത്സരങ്ങൾ തോറ്റു, വീണ്ടും സഞ്ജു സാംസൺ ഈ ഒരു തീരുമാനം ചേസിംഗ് തന്നെ വീണ്ടും എടുക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നൊക്കെ പല കമന്റേറ്റർമാരും, അതായത് ഇന്നത്തെ മത്സരശേഷം മത്സരത്തിനിടയിൽ രവിശാസ്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ടോസിംഗ് ലഭിച്ച ചെന്നൈ ബാറ്റിംഗ് തുടങ്ങിയെങ്കിൽ പോലും വളരെ ചെന്നൈ ബാറ്റ്സ്മാൻമാർക്കെതിരെ ചെന്നൈ ബാറ്റ്സ്മാൻമാർ അറ്റാക്ക് ചെയ്ത് കളിച്ചെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബോളർമാർക്ക് വിക്കറ്റ് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു 200 മുകളിലേക്ക് സ്കോർ കൊടുക്കാൻ പറ്റാതെ പോയത് വളരെയധികം വിജയത്തിലേക്ക് എത്തിക്കുന്ന നിർണായക പങ്കുവഹിച്ചൊരു കാര്യമാണ്. അതുപോലെ ഇന്ന് ജയ്സ്വാൾ പിന്നെ മറുപടി സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി രാജസ്ഥാൻ റോയൽസ് ആവട്ടെ വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് സെക്കൻഡ് ഇന്നിംഗ്സിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റ്സ്മാൻ എടുത്തു പറയാൻ ജയ്സ്വാൾ മികച്ച തുടക്കം പതിവ് പോലെ തന്നെ നൽകി. അതുപോലെ വൈഭവ് സൂര്യവംശിയും ജയ്സ്വാൾ ഔട്ടായ ശേഷം വൈഭവ് സൂര്യവംശിയും സഞ്ജു സാംസണും വളരെ മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കി. 98 റൺസിന്റെ കൂട്ടുകെട്ട് ഇരുവരും ഉണ്ടാക്കി എന്നുള്ളതാണ്. 41 റൺസ് എടുത്ത് സഞ്ജു പുറത്തായി. അതുപോലെ 50 അടിച്ചുകൊണ്ട് വൈഭവ് സൂര്യവംശി പുറത്തായി. എന്നാൽ പിന്നീട് പരാഗ് എന്നും മോശം പ്രകടനം കാഴ്ചവെച്ചു. ഏതായാലും അവസാന മത്സരം വിജയത്തോടു കൂടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഏതായാലും ഈ ഒരു സീസൺ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ബോളിംഗിൽ എടുത്തു പറയേണ്ട യുദ്വീർ സിംഗിന്റെയും ആകാശ് മധുവാൽ വളരെ മികച്ച പ്രകടനം. പിന്നെ അടുത്ത സീസണാണ്. ഇനി അടുത്ത സീസണിൽ ചെറിയ അതായത് ബോളിംഗ് ലൈനപ്പിലും ചെറിയ മാറ്റങ്ങൾ, അതുപോലെ മികച്ച 2 ഫോറിൻ ഫിനിഷർമാരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതുപോലെ നല്ല 2-3 സ്പിന്നർമാരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടീം സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സഞ്ജു സാംസണിന്റെ പരിക്കൊക്കെ ഈ ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ മോശം പ്രകടനത്തിന് ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും അങ്ങനെ വിജയവയിലെത്തി രാജസ്ഥാൻ റോയൽസ് ഈ ഒരു അവസാന മത്സരത്തോടു കൂടി ഈ ഒരു സീസണിലെ ചരിത്രയാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്.